തൃശൂർ ഞാനിങ്ങെടുക്കുക എന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങിയ സുരേഷ് ഗോപിക്ക് ട്രോളുകൾ കൊണ്ട് ഒരു രക്ഷയുമില്ലായിരുന്നു. ആദ്യ തിരഞ്ഞെടുപ്പിലെ മാസ് ഡയലോഗ് ആഘോഷിച്ചത് പ്രതിപക്ഷവും മാധ്യമങ്ങളും മാത്രമായിരുന്നില്ല. സ്വന്തം കൂട്ടാളികളായ സിനിമാക്കാർ പോലും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. പേരെടുത്ത് പറയുന്നില്ലെങ്കിലും പല പ്രമുഖരും നടീനടന്മാർ ഉൾപ്പെടെ സുരേഷ് ഗോപിയുടെ ഈ ഡയലോഗിനെ എടുത്തിട്ടലക്കുന്ന കാഴ്ചയായിരുന്നു സോഷ്യൽ മീഡിയയിൽ കണ്ടത്. പക്ഷേ ട്രോളന്മാരുടെ നിർഭാഗ്യമെന്ന് പറയട്ടെ, സുരേഷ് ഗോപി തൃശൂർ അങ്ങെടുത്തു എന്ന് മാത്രമല്ല കേന്ദ്രമന്ത്രി ആവുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനൊക്കെ പിന്നാലെ രസകരമായൊരു സംഗതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്നുണ്ട്. ട്രോളിക്കൊന്ന സിനിമാക്കാരെല്ലാം ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ആരാധകരാകുന്ന കാഴ്ചകളാണുള്ളത്. പ്രമുഖ താരങ്ങളടക്കം പലരും സുരേഷ് ഗോപിക്ക് ആശംസകൾ അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. മുമ്പ് ട്രോളിക്കൊണ്ടിരുന്ന പലരും ഇപ്പോൾ സുരേഷ് ഏട്ടാ എന്ന് തികച്ച് വിളിക്കുന്നില്ലെന്ന് മാത്രം. ഈ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്: സിനിമാക്കാരെല്ലാം BJP-ക്കാരായോ എന്ന്. പലരുടെയും പോസ്റ്റ് അതാണ് വ്യക്തമാക്കുന്നതും. എന്തായാലും വളരെ നാടകീയമായൊരു സംഭവമാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭാ പ്രവേശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിളിച്ചാണ് ഉടൻ ഡൽഹിയിലെത്താൻ നിർദ്ദേശം നൽകിയത്. ഇതേ തുടർന്ന് സുരേഷ് ഗോപി ഭാര്യ രാധികയ്ക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലെത്തുകയും ചെയ്തു. ബാംഗ്ലൂരിലെത്തി ചാർട്ടേഡ് വിമാനത്തിലാണ് ഡൽഹിയിലെത്തിയത്. മോദിജി തീരുമാനിച്ചു, ഞാൻ അനുസരിക്കുന്നു എന്നാണ് പുറപ്പെടുന്നതിന് മുമ്പ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തൃശൂരിന്റെ വികസനത്തിനായി ചില സ്വപ്ന പദ്ധതികൾ മുന്നോട്ട് വെച്ചാണ് സുരേഷ് ഗോപി ഡൽഹിക്ക് വണ്ടി കയറിയിരിക്കുന്നത്. ഇടതു വലതു മുന്നണികളെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം നേടിയ വലിയ ഭൂരിപക്ഷത്തിന് പിന്നിൽ തൃശൂരിന്റെ ആ വികസന സ്വപ്നങ്ങൾക്ക് ചെറുതല്ലാത്ത ഒരു പങ്കുണ്ട്. മെട്രോമാൻ E. ശ്രീധരന്റെ നേതൃത്വത്തിൽ നടന്ന വികസന സെമിനാറുകൾക്ക് ശേഷമാണ് ഈ പദ്ധതികൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. മുന്നോട്ട് വെച്ച പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാക്കുമെന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചി മെട്രോ തൃശൂരിലെത്തിക്കുമെന്നാണ് അതിരൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമായി സുരേഷ് ഗോപി നിർദ്ദേശിക്കുന്ന ഒരു പദ്ധതി. കൊച്ചിയിൽ നിന്ന് നെടുമ്പാശ്ശേരി വഴി തൃശൂരിലേക്ക് മെട്രോ എത്തിയാൽ കൊച്ചിയുടെ ഇരട്ട സിറ്റിയായി തൃശൂർ മാറും. സംസ്ഥാന സർക്കാർ കൂടി സഹകരിച്ചാൽ ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്നാണ് സുരേഷ് ഗോപിയുടെ അഭിപ്രായം. ശക്തൻ മാർക്കറ്റ് ആധുനികവൽക്കരിക്കും. തൃശൂരിന്റെ വികസനത്തിൽ ഏറെ പ്രാധാന്യമുള്ള ശക്തൻ മാർക്കറ്റിന്റെ ആധുനികവൽക്കരണം മനസ്സുവെച്ചാൽ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. മാർക്കറ്റ് മാലിന്യമുക്തമായി ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള സമുച്ചയമാക്കുമെന്നാണ് വാഗ്ദാനം. കോർപ്പറേഷന്റെ സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കാനാകും. തുടങ്ങി നിരവധി പദ്ധതികൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ മറ്റൊരു രസകരമായ സംഗതിയുമുണ്ട്. വാഗ്ദാനങ്ങൾ സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുമ്പോഴും അദ്ദേഹത്തിന് വോട്ട് ചെയ്യില്ലെന്ന് പ്രഖ്യാപിച്ച അതും തൃശൂർക്കാരായ സിനിമാക്കാർ ഇപ്പോൾ ആശംസാ കാർഡുകളുമായി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്.